ഇന്ന് ഞാൻ മൈദ വെച്ചിട്ടുള്ള പാലൂദയാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ഫേവറേറ്റ് പാലൂദ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു ടേസ്റ്റിലാണ് ഈ മൈദ പാലൂദ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ നമ്മളിതൊരു 1/2 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ പാലൂദ ചെയ്യുന്നത്. ഈ 1/2 ലിറ്റർ പാല് 2 കപ്പ് പാലുണ്ടാവും. അപ്പോൾ ഈ ഒരു കപ്പ് പാലിന് 1 ടേബിൾ സ്പൂൺ മൈദ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പാലൂദ റെഡിയാക്കാൻ തുടങ്ങാം. ഇനി പാനിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കാഷ്നട്ട് ആവശ്യമുണ്ട്. കാഷ്നട്ട് ഞാനിപ്പോൾ എടുത്തത് റോസ്റ്റഡ് ആണ്. പിന്നെ 1 ടീസ്പൂൺ റൈസൻസും ആവശ്യമുണ്ട്. പിന്നെ 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. മൈദ നന്നായിട്ടൊന്ന് വെന്ത് വരണം, അല്ലെങ്കിൽ ആ പച്ചക്കുത്ത് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ പച്ചക്കുത്ത് മുന്നിട്ട് നിൽക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ ഈ പാലൂദ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുക ഞാൻ ആദ്യം ചെയ്ത ആ പാലൂദ ചെയ്യാനാണ്. ഞാനിപ്പോൾ നോമ്പ് മൊത്തം അത് തന്നെയാണ് ചെയ്തത്. ഇനി ഇന്നും കൂടി ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്കും. അതുകൊണ്ടാണ് ഇന്ന് മാറ്റി പിടിച്ചത്. ഇത് വന്നിട്ട് ഇതിൻ്റെ ആ ബബിൾസൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇവർക്ക് ഇതൊക്കെ കടിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാലൂദയുടെ പാല് ഒന്ന് ചൂടായിട്ട് ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മതി. നമുക്കത് സ്മൂത്തായിട്ട് കുടിക്കാൻ പറ്റണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തിളച്ച് പൊന്തി മറിയാൻ പാടില്ല. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ റെസിപ്പിയിൽ ഉള്ളി കുറച്ച് കടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് വലുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് അവസാനം എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ ഈ ഗ്രാമ്പൊക്കെ എടുത്ത് കളയും സെർവ് ചെയ്യുന്ന സമയത്ത്. ഇതിപ്പോൾ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഈ സ്റ്റേജിലാകുമ്പോൾ നമുക്കിത് സ്മൂത്തായിട്ട് കുടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ചിലർ ഇത് ലാസ്റ്റ് ഉള്ളി താളിച്ചൊഴിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഉള്ളിയൊന്നും താളിച്ച് ചേർക്കാറില്ല. പിന്നെ എൻ്റെ കൂടെ ഷെയറിങ് ഉണ്ടായ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യുക. സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഗ്രാമ്പൊക്കെ എടുത്ത് കളയും. ഇതാണ് നമ്മുടെ പാലൂദ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ നോമ്പിന് എൻ്റെ വക ഒരു ചെറിയൊരു പാലൂദ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്